കോൺഗ്രസ്സിൽ അകത്തുള്ള ഭിന്നതയൊക്കെ എപ്പോഴും നമ്മൾ പാടിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പുതിയ ഒരു പരാമർശവുമായി പി ചിദംബരം എത്തിയിരിക്കുകയാണ്. അതായത് ദുർബല സഖ്യമാണ് ഇന്ത്യയും മുന്നണിയെന്നും ബി ജെ പിയെ പോലെ അതിശക്തമായി സംഘടിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയില്ലെന്നും. അതായത് ബി ജെ പി ഒന്ന് പുകഴ്ത്തിക്കൊണ്ടും കോൺഗ്രസിന് ഇട്ടൊരു കുത്തും കൂടെ കൊടുത്താണ് ഇപ്പോൾ ചിദംബരം ഈ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ബി ജെ പിയുടെ വക്താക്കളുടെ എണ്ണം കൂടുകയാണ്. ഒരു ഭാഗത്ത് ശശി തരൂർ വലിയ രീതിയിൽ തന്നെ ബി ജെ പി അനുകൂല പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് പതിവാണ്. ഇപ്പോൾ ബി ജെ പി വക്താക്കളെക്കാൾ മികച്ച രീതിയിൽ തന്നെയാണ് ബി ജെ പിയെ പുകഴ്ത്തുന്ന ഒരു ശ്രമവുമായാണ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ചിദംബരം രംഗത്ത് വന്നിരിക്കുന്നത്. ചിദംബരം നമുക്കറിയാമല്ലോ, യു പി എ സർക്കാരിൻ്റെ കാലത്ത് വലിയ രീതിയിൽ തന്നെ ധനകാര്യം അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹമാണ് വീണ്ടും ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ചിദംബരത്തിൻ്റെ മകൻ നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു എം പി കൂടിയാണ്. കാർത്തി ചിദംബരം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എം പി കൂടിയാണ്. അങ്ങനെ ഒരു എം പിയുടെ അച്ഛൻ കൂടെയാണ് ഇത്തരം പരാമർശവുമായി രംഗത്ത് വരുന്നത്. അതോടൊപ്പം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചെത്തിയ ഇന്ത്യ മുന്നണിക്ക് എന്ത് നേടാൻ കഴിഞ്ഞു എന്നത് ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. ചെറിയ രീതിയിൽ ഉത്തർപ്രദേശും രാജസ്ഥാനും അടക്കം 1-2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇവർക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അല്ലാത്ത പക്ഷം തമിഴ്നാട്ടിലല്ലാതെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സീറ്റ് ക്രമം തന്നെയാണ് വീണ്ടും അവർ നിലനിർത്തിയത്. അല്ല, പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ഉത്തർപ്രദേശും അതോടൊപ്പം തന്നെ രാജസ്ഥാനും മാത്രമാണ്. ഈ 2 സംസ്ഥാനങ്ങൾ ഒഴികെ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അത് തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ എല്ലാം വസ്തുനിഷ്ഠമായാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായി, അപ്പോൾ രാജ്യത്തിന് അനുകൂലമായി അദ്ദേഹം സംസാരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യം വരുമ്പോൾ അദ്ദേഹം നിഷ്പക്ഷമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു, സത്യം എന്താണെന്ന് തുറന്നു പറയാനുള്ള ശ്രമം നടത്തുന്നു. അതുപോലെയാണ് ഇപ്പോൾ ചിദംബരവും നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി ഇവിടെ സംഘടനാ ദൗർലഭ്യങ്ങൾ അറിയില്ല, അവർക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. പല സംസ്ഥാനങ്ങളിൽ അവർ ഭിന്നിച്ച് മത്സരിക്കുകയാണ്. ഈ കേരളത്തിലേക്ക് വരാം, അവർ ഇന്ത്യ മുന്നണിയിൽ ഇവിടെ പരസ്പരം മത്സരിക്കുകയാണ്. പിന്നീട് നാം നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ഡൽഹിയും അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ അവർ പിന്നീട് ഈ 2ആയിട്ടാണ് മത്സരിക്കുന്നത്. ഒരു ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സംശയം ചിദംബരം തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ മുന്നണി ഇവിടെ ഇന്ത്യയിലുണ്ടോ എന്ന രീതിയിലുള്ള സംശയം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് മറ്റു കാര്യം ബി ജെ പിയുമായി ബന്ധപ്പെട്ടാണ്. ബി ജെ പിക്ക് വലിയ രീതിയിൽ സംഘടനാ സംവിധാനമുള്ളൊരു പാർട്ടിയാണ്. പല സംസ്ഥാനങ്ങളിലും അവർക്കിപ്പോൾ ഭരണത്തിലുണ്ട്, പ്രതിപക്ഷത്തിലുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യയിൽ അവർ വലിയ രീതിയിൽ വളർന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനം ലക്ഷ്യമിട്ടാൽ അവിടെ കൃത്യമായി തന്നെ പ്രവർത്തിക്കാനും നേതാക്കളെ അവിടെ നിരന്തരം എത്തിക്കുവാനും സംഘടനയെ ശക്തിപ്പെടുത്തുവാനും അവർ ശ്രമം നടത്തും. പക്ഷേ കോൺഗ്രസോ സ്വന്തമായി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ പോലും സംഘടനയെ ശക്തിപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നില്ല. പ്രതിപക്ഷ സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളിലെ ഒരു അവസ്ഥ എന്താണ്? പ്രതിപക്ഷം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ സമരം ചെയ്യാൻ പോലും ഇറങ്ങിത്തിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം ഉൾപ്പെടെയുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ ഒരു 9 വർഷമായി എന്താണ് സംഭവിക്കുന്നത്? പിണറായി വിജയനെതിരെ ഒരു സമരം സംഘടിപ്പിക്കാൻ പോലും കഴിയാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള രാജസ്ഥാനും ഗുജറാത്തും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇവർക്ക് വലിയ രീതിയിൽ സ്വാധീനമുണ്ട്. പക്ഷേ സംഘടന ഓരോ ദിവസം കഴിയുമ്പോഴും പിന്നോട്ടാണ് പോകുന്നത്. അതെല്ലാമാണ് ചിദംബരം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും പണ്ട് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം അങ്ങനെ പറയുമ്പോഴും ഈ കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയ്ക്കല്ല ഈ ചിദംബരം ഉൾപ്പെടെയുള്ളവർ നൽകി വന്ന സംഭാവന ചെറുതല്ല. അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ കാലത്തെല്ലാം ഉണ്ടായിട്ടുള്ള അഴിമതിയാണല്ലോ പിന്നീട് കണ്ട 2014 തെരഞ്ഞെടുപ്പിലും 2019 കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടാൻ കാരണം എന്താണ്? ഈ 2004 മുതൽ 2014 വരെയുള്ള മൻമോഹൻ സിംഗിന്റെ ഭരണകാലമാണ്. ആ ഭരണകാലത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നാണ് 2G അഴിമതിയായാലും മറ്റ് അഴിമതികളെല്ലാം അതിൻ്റെ എല്ലാം കേന്ദ്രമായി അറിയപ്പെടുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാക്കളാണ്. അങ്ങനെ ആ നേതാക്കൾ കാരണം കൂടിയാണ് ഇപ്പോൾ പരാജയപ്പെട്ടത്. അങ്ങനെ പരാജയപ്പെട്ടപ്പോഴും അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ശ്രമിക്കുന്നതായി കോൺഗ്രസ് പറയുമ്പോഴാണ് ചിദംബരം പറഞ്ഞിരിക്കുന്നത് നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ബി ജെ പിക്ക് മുന്നിൽ കോൺഗ്രസ് ഒരു ചെറിയ പാർട്ടിയാണ്, ഇന്ത്യ മുന്നണി എന്ന് ഇപ്പോൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. ഇനി അദ്ദേഹം മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ ഈ ബി ജെ പിയുടെ എല്ലാ പ്രമുഖ നേതാക്കളും ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത്.
അതുപോലൊരു നീക്കമാണോ ചിദംബരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ തുടക്കം സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് BJPക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, കേരളവും തമിഴ്നാടും. അതിൽ തമിഴ്നാടാണ് BJPക്ക് ഈ ജനസംഖ്യാപരമായി പെട്ടെന്ന് കടന്നു കയറാൻ കഴിയുന്ന സംസ്ഥാനം. കാരണം 80%-ലധികം ഭൂരിപക്ഷ സമുദായമുള്ളത് മുൻപ് DMK-യുമായി അണ്ണാ DMK-യുമായി ചേർന്ന് അവിടെ സഖ്യത്തിൽ തന്നെ വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഭരണത്തിൽ എത്തിയിട്ടുള്ളൊരു പാർട്ടി കൂടിയാണ് BJP. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതീക്ഷയിലാണ്. സ്വന്തം സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തി അവിടെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് അണ്ണാമലയുടെ ആ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ പുതിയ നീക്കങ്ങളുമായാണ് പോകുന്നത്. ആ നീക്കത്തിൻ്റെ ഭാഗമായാണോ ഇത്തരം ഈ ചിദംബരത്തിൻ്റെ നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ വലിയ രീതിയിൽ സ്വാധീനമുണ്ട്. അദ്ദേഹം ചിദംബരം ആ മണ്ഡലത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് പിന്നെ ചിദംബരം പറഞ്ഞതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ മുന്നണിയിലാണ് ഏറ്റവും കൂടുതൽ ഘടകകക്ഷികളായാലും മറ്റുള്ള ഇപ്പം ആം ആദ്മി പാർട്ടി, പല പാർട്ടികൾ ഇതിനകത്തോട്ട് ചേർന്നിടും. അപ്പോൾ ഒരു വലിയ ബൃഹത്തായ ഒരു പാർട്ടിയായിട്ട് രൂപീകരിച്ച് ബൃഹത്തായ ഒരു മുന്നണിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും കോൺഗ്രസ് ഗതി പിടിക്കുന്നത്. പക്ഷേ BJPയുടെ സ്ഥാനത്ത് കുറച്ച് ഘടകകക്ഷികൾ, അല്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞുള്ള പാർട്ടികളല്ലാണ്ട് മറുഭാഗത്തെ ഒരു ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു അതിശക്തമായ ഒരു സംഘടനാ നേതൃത്വം തന്നെയല്ലേ അവരെ ഇത്തരത്തിൽ അവർ വീണ്ടും മോദി സർക്കാർ വരാനുള്ള കാരണം. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ ഒരു നേതൃത്വത്തിനല്ലേ പ്രശ്നമുണ്ടാകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്തതുപോലെ ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ അതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ നേതൃത്വത്തിൻ്റെ ശക്തിയില്ലായ്മ തന്നെയല്ലേ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? ഈ AAPയെ കുറിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചു. AAP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണിയിൽ അംഗമായിരുന്നു. അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് വന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഇവർ പരസ്പരം അടിച്ചു പിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഡൽഹിയിൽ വന്നപ്പോൾ അത് സമാനമായ രീതിയിൽ തന്നെ അടിച്ചു പിരിയുന്നു. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ അവർ പരസ്പരമാണ് മത്സരിച്ചത്. അങ്ങനെ ഈ പ്രമുഖ നേതാക്കൾ ഡൽഹിയിലെത്തി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചായയും കുടിച്ച് പിരിയുന്നതാണ് ഇന്ത്യ മുന്നണി. ഇതിൽ ഓരോ പാർട്ടികൾക്കും ഓരോ ആശയങ്ങളുണ്ട്. അവർ അവരുടേതായ രീതിയിലാണ് മുൻപോട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു സാമ്പാർ രൂപത്തിലാണ് കോൺഗ്രസിൽ വന്നു കിടക്കുന്നത്. ഈ സാമ്പാറിൻ്റെ വിവിധ കഷ്ണങ്ങളുടെ ചേരുവകളും എല്ലാം ചേരുമ്പോഴാണ് അത് സ്വാദേറി വരുന്നത്. ഇതിപ്പോൾ പലതും കൂടിക്കിടക്കുന്നു, ചിലത് കുറഞ്ഞു കിടക്കുന്നു. ഇങ്ങനെ ചേർച്ചയില്ലാണ്ട് കിടക്കുന്ന സാമ്പാർ കഷ്ണങ്ങളെ പോലെ കിടക്കുന്നത് കൊണ്ടല്ലേ ഇതിങ്ങനെ വരുന്നത്. കാരണം ഇവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ തന്നെ ഒരു പാടാണ്. ഒന്നാതെ കോൺഗ്രസിനകത്ത് തന്നെ ഭിന്നതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവരും കൂടി വന്നു ചേരുമ്പോൾ ഒന്നിൽ അവരെ ഒരു കൃത്യമായ ശക്തമായ ഒരു നേതൃത്വം, അത് ആരാണോ നിയന്ത്രിക്കുന്നത് ആ പാർട്ടിയുടെ നേതൃത്വം അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ആ ബാധ്യസ്ഥതയിൽ തന്നെ ഇവരെ നിയന്ത്രിച്ചാലല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഇത് വീണ്ടും കോൺഗ്രസ് എന്നൊരു പാർട്ടി തന്നെ ഇല്ലാണ്ടാവുകയല്ലേ. അല്ല, കോൺഗ്രസിന്റെ വിചാരം ഇപ്പോഴും തങ്ങൾ മറ്റേ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് ഇരിക്കുന്നതെന്നും ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് തന്നെ വോട്ടിടുമെന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണയാണ് അവർ മാറേണ്ടത്. കാരണം ഈ പ്രാദേശിക പാർട്ടികൾക്ക് അവർ പിന്തുണ നൽകില്ല. അവർ ഇപ്പോഴും വിചാരിക്കുന്നത് തങ്ങൾ വിചാരിച്ച വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആവശ്യപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും ഇവർ വിലപേശി സീറ്റുകൾ വാങ്ങുകയാണ്. പക്ഷെ ആ സീറ്റുകൾ നേടുമ്പോഴും സംഘടനയെ മെച്ചപ്പെടുത്തണമല്ലോ. അവിടെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തണം, നല്ല നേതാക്കളെ മുന്നിൽ നിർത്തണം. അങ്ങനെ ഒരു ശ്രമം എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ കോൺഗ്രസുമായി ചേരാനുള്ള ബുദ്ധിമുട്ട്. ഈ സീറ്റുകൾ ഇവരെ മത്സരിപ്പിക്കുകയും തങ്ങളുടെ സീറ്റുകൾ തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാനുള്ള പൂർണ്ണമായ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ നിരന്തരം ഈ കോൺഗ്രസ് അവിടെ ഈ വിലപേശി 40-ലധികം സീറ്റുകൾ നേടുകയും ആ 40-ലധികം സീറ്റുകൾ നേടിയിട്ട് അതിൽ പൂർണ്ണമായി തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അവിടെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വരികയോ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ചെയ്യുന്നില്ല. അത് കൃത്യമായി തന്നെ BJP മുതലാക്കുകയാണ്. ഏറ്റവും അവസാനം നടന്ന ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം, അവിടുത്തെ NC ആ നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ് പറയുന്നത് ഞങ്ങളിവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ കോൺഗ്രസും ഈ NCയും കൂടിയാണ് അവിടെ അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഈ NCയുടെ നേതാവ് പറയുന്നത് ഇവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു, പക്ഷെ ആരും പ്രചരണത്തിന് വരുന്നില്ല. നേതാക്കളുടെ ഒരു പ്രചരണം ഈ ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പ്രാദേശിക പാർട്ടികളായ ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് നാം ഇവിടെ വിജയിച്ചു കയറുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്തായാലും ഈ മണ്ണിലിറങ്ങി പ്രവർത്തിക്കാത്തതാണ് ഈ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള ഗതികേടായി മാറിയിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ചുരുക്കാം, മണ്ണിലിറങ്ങി പ്രവർത്തിക്കുക. ഇതാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യാത്തത്. അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടോ അല്ലെങ്കിൽ എയറിൽ കയറിയിട്ടോ ഒന്നും കാര്യമില്ല. താഴേക്ക് ഇറങ്ങി വരിക, താഴെ നിന്ന് സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന്
ഒരു പക്ഷേ എന്നാൽ ഭാരത് ജോഡോ യാത്രയിലെ ഒരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും ആ ഒരു തെരഞ്ഞെടുപ്പ് അത്രത്തോളം കുറച്ചെങ്കിലും അവർക്കൊരു ഇതുണ്ട്. അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇനി ഒന്നേന്ന് തുടങ്ങുന്നത് തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതല്ലേ?